ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞാനും ഞങ്ങളുടെ അമ്മയും നമ്മുടെ മാമ്പള്ളിയിൽ നിന്നും മംഗലാപുരം വരെ ഒരു ബസ് യാത്രയ്ക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനും പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങും ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നില്ല, എൻ്റെ ഉള്ളില് വ്ളോഗർ ഉണർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഇതാണ്. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഇതാണ്. നമ്മുടെ ആർച്ച് ബിഷപ്പായിരുന്ന സൂസപാക്യം പിതാവിനെ കാണാൻ വന്നതാണ്. അപ്പോൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പിതാവ് നടത്തിപ്പോന്നിരുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞൊരു ബോർഡിങ്ങിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ പിതാവ് ഇപ്പം അധികം സുഖമില്ലാണ്ട് ഒഫീഷ്യൽ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി ഇച്ചിരി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത്രയും വളർന്നപ്പോഴത്തേനും നമുക്ക് തോന്നി ഒന്ന് പിതാവിനെ പോയി കാണാം, ഒരു താങ്ക്സ് ഗിവിങ് പോലെ പിതാവിനൊന്ന് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം എന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ പിതാവിനെ കാണാനായിട്ട് പോയത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങളൊക്കെ എന്ത് പൊസിഷനിലാണ്, ഇപ്പം എന്താ ചെയ്യുന്നതെന്നൊക്കെ പിതാവ് ഞങ്ങളോട് തിരക്കി. പിന്നെ പിതാവ് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊരു മൊമെൻ്റ് പോലെയൊക്കെ നൽകി. അപ്പോൾ മൊമെൻ്റ് ഒക്കെ തന്നു തീർന്നിട്ട് പിതാവ് ഞങ്ങളെയൊക്കെ ഒന്ന് ബ്ലെസ് ചെയ്യിപ്പിച്ച് ഞങ്ങൾക്ക് അവിടെ നിന്ന് ജ്യൂസും ബിസ്ക്കറ്റും ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടാണ് പിതാവ് ഞങ്ങളെ വിട്ടത്. അങ്ങനെ ബ്ലെസ്സിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളും പിതാവിനൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കരുതിയാൽ പോയത്. ഒരു തിരുകുടുംബത്തിൻ്റെ ഒരു സ്റ്റാച്യുവും പിന്നെ കുറച്ച് നട്ട്സും ഞങ്ങൾ കരുതിയാണ് പോയത്. പിന്നെയും കുറേ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ കുറച്ച് പേഴ്സണലായിട്ട് പിതാവിൻ്റെ അടുത്ത് നിന്ന് ഓരോരുത്തരും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പിതാവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറ്റിയത് വലിയൊരു ബ്ലെസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. അപ്പോഴത്തേക്കും ടൈം ഏകദേശം ഒരു ഉച്ചരയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ച് കഴക്കൂട്ടത്തെ വല്ല റെസ്റ്റോറൻറ്റ്സും ഉണ്ടോയെന്ന് പറഞ്ഞ് തപ്പി. എന്നിട്ട് ഞങ്ങൾ നേരെ തക്കാരം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലെത്തിയായിരുന്നു, കഴക്കൂട്ടം തക്കാരം. അത് അവിടെ ഒരു ആംബിയൻസ്, നല്ലൊരു ആംബിയൻസ് ആണ്. ആ ഹോട്ടലിൻ്റെ ഉള്ളിലൊരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഇത് അവരുടെ മെനു കാർഡാണ്. കണ്ടിട്ടൊരു ആധാരം പോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇനി ഇറങ്ങി പോകുമ്പോഴത്തേനും ആധാരം പണയം വെച്ചിട്ട് പോകേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തു. കുഴിമന്തിയും പിന്നെ എന്തുവായിരുന്നു, ന്യൂഡിൽസ്, പിന്നെ കുറച്ച് ജ്യൂസ് ഐറ്റംസ്, പിന്നെ ചട്ടിച്ചോറ്, അങ്ങനെ എല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അതൊക്കെ ഓർഡർ ചെയ്തു. അതെന്തുവാ
ഒരു കുക്കൂസെങ്കിലും തരും അവർ അതിന്റെ കൂടെ ഹാഫ് ആണെങ്കിലും. ഞങ്ങൾക്ക് ഹാഫ് എന്തുവായിരുന്നു കോട്ടൺ അൽഫാമിന്റെ കൂടെ കുബൂസ് കിട്ടിയില്ല ഗൈസ്. അല്ല ഇതൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇടും, വേറെയൊക്കെ വോയിസ് ഓവർ ഇടുന്നില്ലേ. സൂം ചെയ്താണ് ഞാൻ എടുക്കുന്നത്. ഇവൾ കഴിക്കുകയാണ് ഗൈസ്. അതെന്തായാലും ഇവളെന്തായാലും കട്ട് ചെയ്ത് കളയും ഇവളുടെ. അതുകൊണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇതിപ്പോ എടുത്തെടുത്ത് ലോങ് വീഡിയോ ഇതുപോലെ തന്നെ നീ പറയും. ചട്ടിച്ചോറ് വരട്ടെ. ചോറ് വാരി കൊടുക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കുറച്ച് ചളിയൊക്കെ അടിച്ച്, പിന്നെ അവിടെയുള്ള ഈ പ്ലെയിനിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ പ്രത്യേകം പറയണം, ബില്ല് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് അടച്ചത്. ആൾക്ക് പ്രത്യേകം താങ്ക് യു കേൾക്കുന്നുണ്ടെങ്കിൽ. എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സ്ഥലങ്ങളിലോട്ട് പിരിഞ്ഞു. ബായ്.